ആദ്യമേ തന്നെ പ്രത്യക്ഷൻ്റെ സാക്ഷിയായിട്ട് ഇവിടെ നിൽപ്പാൻ ഇടവന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രുതി, ഞാൻ ഹരിപ്പാടിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ഷീജ. അമ്മയാണ് ആദ്യമായിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. 2022 ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരാൻ ഇടയായത്. ആ സമയത്ത് ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൻറ്റിയാണ് ഞങ്ങൾക്ക് ഉടമ്പടിയെ പറ്റി എല്ലാം പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ പോയി ചേർന്നാൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നഴ്സിംഗ് എടുക്കണ്ട, നീ നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. പക്ഷെ ഞാൻ പോയി എടുത്തു, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടഫും കാര്യങ്ങളാണ്. എന്നെക്കൊണ്ട് പറ്റാത്ത സ്ഥിതിക്ക് തോന്നി. ഐക്ക് മാർക്ക് കുറയുന്നു. എനിക്ക് എക്സാം എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയറിലെ എക്സാം കഴിഞ്ഞു. പക്ഷേ ഞാൻ എല്ലാത്തിനും പാസ്സായി. അത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എനിക്കത് ഇടയായത്. അമ്മ എന്നെ അനുഗ്രഹിച്ചതുമാണ്. അന്നു മുതൽ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവച്ചല്ല, മാതാവ് എന്നെ പാസ്സാക്കി തന്നതാണ്. അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനെ കൂടുതൽ കൂടുതൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ഇയർ മുതൽ ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ വിശ്വാസ പ്രമാണം ചൊല്ലുകയും ജപമാല പ്രാർത്ഥിക്കുകയും എനിക്ക് ഫാസ്റ്റിംഗ് എടുത്ത് മാതാവോട് കൂടുതൽ, ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. അതിൻ്റെ ഫലമായി എനിക്ക് എക്സാം കയറുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ ഒരുപാട് ഞാൻ ഉപ്പ് എടുക്കുമായിരുന്നു. പിന്നെ നഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എക്സാം ഹോളിൽ കയറ്റത്തുള്ളൂ. നമുക്ക് ഉപ്പ് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ പേനയുടെ ഉള്ളിൽ ഉപ്പ് സൂക്ഷിച്ച് ക്യാപ്പ് അടിക്കുമായിരുന്നു. ഞാൻ എക്സാം ഹോളിൽ ഉപ്പ് കയറ്റുമായിരുന്നു. പിന്നെ ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എക്സാം ഹോളിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പ് ഇടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സാം ഹോളിൽ ഉള്ളിൽ കയറിയിട്ടും ഞാൻ എൻ്റെ ക്യാപ്പിൽ നിന്ന് ഉപ്പെടുത്തിട്ട് ബുക്ക്ലെറ്റിൽ ഫുള്ള് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടേ ഞാൻ പരീക്ഷ ആരംഭിക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 9 to 12 മണി വരെയാണ് എക്സാം. 3 അവറാണ്. അപ്പം നഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം 3 അവർ ഒരിക്കലും തികയത്തില്ല. എനിക്ക് ഒരിക്കലും സമയം മാനേജ്മെൻറ്റ് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ എക്സാം കഴിയുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്ന, എക്സാം എഴുതാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറിലും ഞാൻ മാതാവിനോട് ഒന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, എനിക്ക് 12 മണിക്ക് എക്സാം കഴിയുന്നത് 11:45 ആകുമ്പോഴത്തെങ്കിലും എനിക്ക് എക്സാം പൂർത്തീകരിച്ച് എനിക്ക് ആ ബുക്ക്ലെറ്റിൽ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലാനുള്ളൊരു ടൈം തരണേന്ന്. പക്ഷേ എനിക്ക് ആ 3 വർഷവും മാതാവ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് 11:45 ആകുമ്പം ഞാൻ എക്സാം കംപ്ലീറ്റ് ഞാൻ കഴിയുമായിരുന്നു. ബുക്ക്ലെറ്റ് അതിനകത്ത് എഴുതുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് മാതാവ് പറഞ്ഞു തരുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്താണത് എഴുതുന്നത് എനിക്ക് ഇപ്പോഴും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറിലും അത്ഭുതകരമായിട്ട് ഞാൻ ജയിച്ചു. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ക്ലാസ്സും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. ഒരിക്കലും എൻ്റെ കഴിവ് വെച്ച് ഞാൻ ജയിച്ചതല്ല. പക്ഷെ മാതാവ് തന്ന എനിക്ക് അനുഗ്രഹമാണ് ആ ഒരു വിജയം. ഇപ്പോഴും എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ റിസൾട്ട് നോക്കുന്ന സമയത്തും ഞാൻ ഉടമ്പടി തൈലം ഫോണിൽ തൂക്കുകയും പ്രത്യക്ഷ പ്രാർത്ഥന 7 വട്ടം ചൊല്ലുകിയിട്ടേ ഞാൻ എൻ്റെ റിസൾട്ട് നോക്കാറുള്ളൂ. ഉടമ്പടി തൈലവും നോക്കിയിട്ട് അങ്ങനെ മാതാവ് എനിക്ക് നല്ല വിജയം തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ 2026 ഫെബ്രുവരി വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാനൊരു ജോലിക്ക് വേണ്ടിയാണ് വെച്ചത്. ആ സമയത്ത് ഫ്രഷേഴ്സിനെ ഹോസ്പിറ്റലിൽ ഇവിടെ എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ഓഫർ വരികയും ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്തും പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം തൂത്തു ഉപ്പിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവരെന്നെ ഫസ്റ്റ് തന്നെ ഇൻ്റർവ്യൂ എടുത്തു. ഞാൻ 21-ാം തീയതി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇത്രയും തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാതെ നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതിൽ തന്നെ ഞങ്ങൾക്ക് വസ്തുവിൽ കുറച്ച് സ്റ്റേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വസ്തു എല്ലാം സ്റ്റേ ഓർഡർ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ സ്റ്റേ ഓർഡർ പെട്ടെന്ന് തന്നെ മാറുകയും മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കൂടാതെ നന്ദി ഞാൻ പറയുന്നു. പ്രശ്നപ്രവർത്തനമായിട്ട് ചെയ്തത് ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ളിടത്തേക്ക് പത്രം കൊടുക്കും. ഞങ്ങൾ ദൂര സ്ഥലത്തൊക്കെ പോയി പത്രം കൊടുത്ത് മാതാവിനെ പറ്റി ഞങ്ങൾ പറയുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ എല്ലാ ബുധനും വെള്ളി ദിവസങ്ങളിൽ ഫുഡ് കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സാമ്പത്തിക സഹായം ഞാൻ പാവപ്പെട്ടവർക്ക് ചെയ്യുമായിരുന്നു. ആത്മീയ ജീവിതം, ഞാനൊരു മർത്തോമ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലാണ് കുർബാനയും കുമ്പസാരവും. എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു. ബൈബിള് പറ്റുന്ന പോലെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മർത്തോമ ആയതുകൊണ്ട് കൊന്ത ചൊല്ലലില്ല. പക്ഷെ ഞങ്ങൾക്കതില്ല. പക്ഷേ യൂട്യൂബിൽ നോക്കി പഠിച്ച് ഞാനിപ്പോൾ കൊന്ത ചൊല്ലാറുമുണ്ട്. എല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 100,000 നന്ദി ഞാൻ പറയുന്നു. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ
ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5 ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുമെന്നാണ് നമ്മുടെ ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ സാധിക്കുന്നത്. ഏത് സാഹചര്യങ്ങളിലായാലും, ഒരുപക്ഷെ രോഗാവസ്ഥയാവാം, പരീക്ഷണങ്ങളാവാം, ഇൻ്റർവ്യൂ ആവാം, ഏത് പ്രതിസന്ധികളായാലും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ വിജയം ദൈവകൃപയിലാണ്. ശ്രുതി സാബു എന്ന മകളുടെ സാക്ഷ്യത്തിലും ദൈവകൃപയിൽ ലഭിച്ച വിജയത്തിന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നന്ദി പറയുവാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ മകള് ആദ്യമായി ഉടമ്പടി എടുത്തത് കുടുംബത്തിലെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. പിന്നീട് മകൾ ശ്രുതിയും ഉടമ്പടി എടുക്കുകയാണ്. നഴ്സിങ്ങിൽ പഠനം വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ ടഫായിരുന്നു. സബ്ജക്ട്സ് എല്ലാം എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഹൈ സ്കോർ കിട്ടുന്നില്ലായിരുന്നു ഫസ്റ്റ് ഇയറിൽ. ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ എനിക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഡിസ്റ്റിങ്ഷോടെ പാസ്സാവാൻ സാധിച്ചു എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്കൊരു കഴിവുമില്ല, ഒരു മെറിറ്റുമില്ല, ഒരു വഴിയുമില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികൾ തുറന്നു തരികയാണ് ഈശോയും അമ്മയും കൂടെ. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് എന്തൊക്കെ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നിറവാക്കി തരുന്ന ഒരു വലിയ പ്രാർത്ഥന പദ്ധതിയാണ് ഉടമ്പടി. വിശ്വാസത്തിലുപരി വിശ്വസ്തത മാത്രമാണ് ഈശോയും അമ്മയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു ആത്മീയ ബന്ധമാണ്. ആ ബന്ധത്തിലൂടെ നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും എല്ലാം നിറവേറ്റി തരുന്ന ഒരു അമ്മയുടെ സംരക്ഷണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് ആദ്യമായിട്ട് അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും നമ്മുടെ കൃപാസനം അമ്മ നമ്മുടെ ഓരോ കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണീരൊപ്പുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നാം ഏത് പ്രതിസന്ധിയിലായാലും ബുദ്ധിമുട്ടുകളായാലും ഉടമ്പടിയിൽ നമുക്കൊരു ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്. നമുക്കൊന്നുമില്ലായ്മയിൽ നമ്മളെ നിറയ്ക്കുന്ന ഒരു വലിയ ഒരു കൃപയാണ്. ആ കൃപ നമുക്ക് ഉടമ്പടിയിലൂടെയാണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആ കൃപ അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യമാണ് ശ്രുതി നമ്മളോട് ഷെയർ ചെയ്തത്. പിന്നീട് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് ഒരു ഫ്രഷേഴ്സിന് ജോലി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെങ്കിൽ ഈ മകൾക്ക് ഇന്ത്യയിൽ തന്നെ നല്ലൊരു ജോലി നൽകി, പൂനെയിൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. 21 ജൂലൈയിൽ പഠിച്ചിറങ്ങി അന്നേരം തന്നെ ഒരു ഫ്രഷറായി ഈ മകൾക്ക് ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. അവിടെയും ഈ മകൾ പറയുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ വിജയവും ദൈവകൃപയിലാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നാം ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷിയാവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ ആഹ്ലാദവും ദൈവത്തിൻ്റെ നാമത്തിൽ വിജയ പതാക പാറിക്കുവാനുള്ള കൃപയും നമുക്ക് ലഭിക്കുന്നത്. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രുതിക്കും ഷീജയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.